പോരാട്ടം പോരാടിയോട്ടം ഓടിടാം, വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. പാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം ഓടിടാം. പാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികയ്ക്കാം. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൃപ നൗഹ ചാനലിലൂടെ ദൈവത്തിന്റെ ജീവനുള്ളത് ജീവിക്കുന്ന വചനം ശ്രവിക്കുന്ന സകലർക്കും നമ്മെ ശ്രദ്ധിക്കുന്നതിനായ പൊന്നേശന് നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ, സുഖമായിരിക്കുന്നല്ലോ. സൗഖ്യത്തോടെ നമുക്ക് മുന്നേറാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ആയതിലേക്ക് ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ കർത്താവ് തന്നിരിക്കുന്ന തിരുവചനത്തിലൂടെ നമുക്ക് യാത്ര തുടരാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള തിരുവചനം വായിച്ച് ആ വരിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ച് അതിവേഗം യാത്ര തുടരാം. എന്തെന്നല്ലേ നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവി. അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലായ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ചു, അവനെ നമസ്കരിച്ചു. യേശു അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലായ്ക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനും കാരുണ്യവാനുമായ തമ്പുരാൻ കർത്താവിന്റെ ജീവനുള്ള വചനമാണ്. ആരോടാണ് പറഞ്ഞത്? ആരാണ് ആദ്യം സുവിശേഷം അറിയിച്ചത്? ആരെയാണ് കർത്താവ് അധികം സ്നേഹിക്കുന്നത്? ആരാണ് കർത്താവിന്റെ സ്നേഹം, മാധുര്യമേറിയ സ്നേഹം? അതേ, അവിടെ മുതിർന്നു പോകാത്ത സ്നേഹം പിടിച്ചെടുത്തത് ആരാണ്? മഗ്ദലക്കാരിത്തെ മറിയം. അതെ, കർത്താവിന്റെ കൃപയാൽ അവർ സ്നേഹത്തില് ഊഷ്മളമായ സ്നേഹം, പറ്റിപ്പോകാത്ത സ്നേഹം, തിരിച്ചറിഞ്ഞ് രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ ആ സഹോദരിമാർ കർത്താവിന്റെ കല്ലറയിലേക്ക് ഓടിച്ചെന്നു. ആ സ്നേഹമാണ്, യേശുവിൻ്റെ സ്നേഹം ഉള്ളതുപോലെ അറിഞ്ഞവരാണ്, അനുഭവിച്ചവരാണ്. ആ സ്നേഹത്തിന്റെ ഇഷ്ടത്തിനാണ് കല്ലറയിലേക്ക് ഓടിപ്പോയതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ യേശു പറഞ്ഞൊരു വാക്കാണ് നമുക്കിവിടെ പറയാനായിട്ട്. നിങ്ങൾ അവരോട് പറയണം. ഹല്ലേലൂയ. എന്നാൽ യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. എന്ത് മനോഹരാന്ന് ഓർത്ത് നോക്കിക്കേ. യേശു ആദ്യം സ്ത്രീകൾക്ക് വന്ദനം പറഞ്ഞു. സ്ത്രീകളാണ് ആദ്യം പോയി കർത്താവിനെ മുമ്പിട്ട് നമസ്കരിച്ചത്. ഓർക്കണേ പ്രിയമുള്ള ശ്രോതാക്കളെ, കർത്താവിന്റെ വരവിന് വേണ്ടി അവർ ആഴമായി ദൈവത്തെ അറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞവരാണ്. ആ സ്നേഹം നാം പിടിച്ചു പറ്റിയിട്ടുണ്ടോ? അതോ നമ്മുടെ ഇഷ്ടത്തിന് ഒഴുകി ജീവിക്കുന്നവരാണോ? പോർക്കളത്തിൽ പൊരുതി വിജയം നേടി കഷ്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ കർത്താവിനെ കണ്ടവർ ഒരു കാരണവശാലും കർത്താവിൽ നിന്നകന്നു പോകുകയില്ല. ആയതുകൊണ്ടാണ് ഇവിടെ അവർ സ്നേഹത്തിന്റെ മാധുര്യമേറിയ വചനത്തിലൂടെ അവൻ ഓടി, അതിവേഗം ഓടുകയാണ്. അവർ സന്തോഷത്തോടെ ഓടുകയാണ്. കർത്താവിനെ കണ്ടാൽ
ആർക്കും പിന്നെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അതാണ് വേഗത്തിൽ, അതിവേഗത്തിൽ അവർ ഓടിപ്പോയി എന്നാണ് ഈ തിരുവചനങ്ങൾ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുമല്ല. നമ്മളത് ഭക്ഷിക്കണം, അത് നമ്മൾ ഗ്രഹിക്കണം. അത് ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ജീവനുണ്ടാവുകയുള്ളൂ. അതേ, സർവശക്തനായ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മോടുകൂടെ ജീവിക്കുന്നു എന്ന അനുഭവത്തിലൂടെയാണ് ഇന്നിത് പങ്കുവെക്കുന്നത്. ആയതിനാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആനയിക്കുമ്പോൾ, കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ, സകലരുമേ ഇനി ഉറങ്ങുവാനുള്ള നേരമല്ല. അവർ തത്രപ്പെട്ട് വ്യക്തപ്പെട്ട് സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഓടിയണഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് പറയുവാൻ കർത്താവ് കൽപ്പിച്ചതുപോലെ ശമരിയക്കാരി സ്ത്രീ പറഞ്ഞ നേരം കൊണ്ട് ആ കുടം, പാപത്തിൻ്റെ കുടം അവിടെ വെച്ചേച്ച് ഓടിപ്പോയി. എത്ര പേരോടാ കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞത്? നമുക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപാനൗക ചാനലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ അവിടെ നിന്ന് പെയ്തിറങ്ങും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനം നമ്മളിൽ നിറയും. കൃപ നൗക അർഹിക്കാത്ത അനുഗ്രഹം നമുക്ക് തന്നു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കർത്താവ് നിന്നോട് കൂടെ. ഒരു കപ്പലാണ്. ഈ ലോകമായ കപ്പലിലൂടെ നാം ഓടുമ്പോൾ ക്രിസ്തുവിൽ ചാരിക്കൊണ്ട് ക്രിസ്തുവിനോടുകൂടെ രുചിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞവരെ പോലെ ആ മഗ്ദലക്കാരത്തി മറിയ സ്ത്രീകളാണ് ഏറ്റവും മുമ്പ് കർത്താവിനെ വീണ് വണങ്ങിയത്. കർത്താവ് ഏറ്റവും മുമ്പ് അവരെയാണ് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് വന്ദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിക്കുവാൻ അധികം മുമ്പാണ് അവിടെ പറഞ്ഞത്. യേശു അവരെ എതിരേറ്റു. ഹല്ലേലൂയ. നിങ്ങൾക്ക് വന്ദനം. ഉണ്ടോ? കർത്താവ് അവർക്ക് വന്ദനം പറയേണ്ട കാര്യമുണ്ടോ? എന്നാൽ നമ്മളൊന്ന് അടുത്ത് ചെന്നാൽ മതി, നമ്മൾ ദൈവം അനുഗ്രഹിക്കും. നമ്മൾ അങ്ങോട്ട് അടുത്ത് ചെല്ലാനൊന്ന് അന്ന് അങ്ങോട്ട് വെമ്പൽ കൊണ്ടേ കർത്താവ് നമ്മളുടെ അടുക്കിലേക്ക് വന്ന് മോളെ, മോനെ എന്ന് പറഞ്ഞ് തലോടും. ആ തലോടൽ അനുഭവിക്കുവാൻ നമുക്ക് കാതോർത്ത് കാത്തിരിക്കാം. യഹോവയെ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും ശക്തരാകാം. നല്ല കൃപ ലഭിക്കും. പുതിയ ആത്മാവിനെ ധരിക്കും. നിർമ്മലമായ ഒരു ഹൃദയം നമുക്ക് തരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, വചനത്താൽ നിറയ്ക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി അതേ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പരിശുദ്ധമായ ആ ജീവൻ്റെ ഉറവ തരുന്ന കർത്താവിനെ നമുക്ക് ഘോഷിക്കാം. സ്ത്രീകളെ മുന്നോട്ട് ഓടാം. നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ച കർത്താവിനെ ഘോഷിക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആ ദൈവത്തെ കണ്ടുമുട്ടണം. കണ്ടുമുട്ടിയിട്ട് മാത്രമാണ് ഇന്ന് നാം ഈ വചനം ഘോഷിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും അന്വേഷണം അറിയിക്കുന്നു. ഹല്ലേലൂയ.